ട്രൂ ഇൻ്റർനാഷണലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. Yeah. ഛത്തീസ്ഗഡിൽ രജിസ്ട്രേഷൻ ചെയ്ത നേഴ്സുമാരുടെ ഗുഡ് സ്റ്റാൻഡിങ് വെരിഫിക്കേഷനും എങ്ങനെ എടുക്കുമെന്നുള്ളൊരു ഡീറ്റെയിൽഡ് പ്രോസസ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത്, എത്ര ഡേയ്സ് എടുക്കും, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഫുൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സോ ഛത്തീസ്ഗഡ് നഴ്സിംഗ് രജിസ്ട്രേഷനുള്ള നഴ്സാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഗുഡ് സ്റ്റാൻഡിംഗ് ഓർ ഫോറിൻ വെരിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുൻപ് കൺഫേം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഛത്തീസ്ഗഡിൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ വാലിഡ് ആണോ എന്നുള്ളത്. സോ ഇഫ് ഇറ്റ് ഇസ് നോട്ട് വാലിഡ്, നമ്മൾ റിന്യൂ ചെയ്തിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു കോപ്പി തന്നെ കയ്യിലുണ്ടായിരിക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റ് പറയുമ്പോൾ അതിൽ വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് യുവർ 10th സർട്ടിഫിക്കറ്റ്, പിന്നെ 12th സർട്ടിഫിക്കറ്റ്, കോൺവെക്കേഷൻ, ദെൻ ഓൾ ഇയർ മാർക്ക് ഷീറ്റ്, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, ദെൻ പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ക്ലിയർ കോപ്പി, യുവർ പാസ്പോർട്ട് കോപ്പി, പിന്നെ ഒരു ലൈവ് ഫോട്ടോയാണ് നമ്മളിതിനെ കൊടുക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി, ഇമെയിൽ ID, മൊബൈൽ നമ്പർ ആൻഡ് അഡ്രസ്സ്. ഇത്രയും ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ദെൻ ഓൺലി നിങ്ങൾക്ക് ആ ഒരു ഗുഡ് സ്റ്റാൻഡിങ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ രജിസ്ട്രേഷൻ എപ്പോഴും റിന്യൂഡ് എക്സ്പയറി ആയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ആയിട്ടുണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്തിട്ട് തന്നെ ഗുഡ് സ്റ്റാൻഡിങ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതെ, ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഇനി എമർജൻസി ആയിട്ട് എന്തെങ്കിലും അത്യാവശ്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഛത്തീസ്ഗഡിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഗുഡ് സ്റ്റാൻഡിങ്, ഓറൽസ് നിങ്ങൾക്ക് വെരിഫിക്കേഷനായിട്ടായിരിക്കും വരിക ഇഫ് യു ആർ എംപ്ലോയ്ഡ് ഇൻ എനി അതർ സ്റ്റേറ്റ്. പിന്നെ നമുക്ക് ഏത് അതോറിറ്റിയിലേക്കാണ് ഈ ഗുഡ് സ്റ്റാൻഡിങ് സെൻഡ് ചെയ്യേണ്ടത് ഫ്രം ഛത്തീസ്ഗഡ് നഴ്സിംഗ് കൗൺസിൽ, ആ അതോറിറ്റിയുടെ അഡ്രസ്സും ഇമെയിൽ ID കൂടി മെൻഷൻ ചെയ്യണം. അത് നമ്മൾ റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു 30 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. 30 വർക്കിംഗ് ഡേയ്സിൽ ഇത് കംപ്ലീറ്റഡ് ആവും. അതോറിറ്റിക്ക് ഒരു കോപ്പി പോവും. എലോങ് വിത്ത് ദറ്റ് യു വിൽ ഓൾസോ ഗെറ്റ് എ കോപ്പി ഇൻ യുവർ മെയിൽ. ഇതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.